ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യരായ വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ, പ്രിയപ്പെട്ട SKSFൻ്റെ ഭാരവാഹികളെ, സഹോദരങ്ങളെ, PM ശ്രീ മതേതര വിദ്യാഭ്യാസത്തെ വിഴുങ്ങുമോ എന്ന ടൈറ്റിലിൽ ഇങ്ങനെയൊരു ചർച്ച സംഘടിപ്പിക്കാൻ ധൈര്യം കാണിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ ഈ വേദിയിൽ സംബന്ധിക്കുമ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നമ്മൾ ഓരോരുത്തരും പങ്കുവെക്കുകയുണ്ടായി. സ്വാഭാവികമായും സംഘപരിവാർ അജണ്ടകൾ ഒളിച്ചു കടത്തുവാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു മുഖം മൂടി മാത്രമായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 168 ബ്ലോക്കുകളാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ ബ്ലോക്കിലും PM ശ്രീ പദ്ധതിയിൽ സെക്ഷൻ C പ്രകാരമാണെന്ന് തോന്നുന്നു, അതിലുള്ള നോംസ് പൂർത്തീകരിക്കപ്പെടുന്ന സ്കൂളുകളുണ്ടെങ്കിൽ പരമാവധി 2 സ്കൂളുകൾക്കാണ് നൽകുന്നത്. 2 സ്കൂളുകൾക്ക് നൽകണമെന്ന നിബന്ധനയില്ല, പരമാവധി 2 സ്കൂളുകൾക്ക്. അങ്ങനെ വരുമ്പോൾ 336 സ്കൂളുകൾക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് നൽകുന്നത്. ഏകദേശം 1 കോടി രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നേരത്തെ ഇവിടെ AIYFൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ പദ്ധതി വന്നതിന് ശേഷമുള്ള 3 വർഷ കാലഘട്ടത്തെ ആ പണം നമുക്ക് ലഭിക്കുകയും ഇല്ല. അങ്ങനെ വരുമ്പോൾ വളരെ തുച്ഛമായ ചില സംഖ്യകൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെയും അതിൻ്റെ മതേതര ചിന്താഗതിയെയും സംസ്ഥാന സർക്കാർ അടിയറവ് വെച്ചോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. തീർച്ചയായും അറബി അധ്യാപകരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയം പോലും അഥവാ SCRTയെ പോലും ചിലപ്പോഴൊക്കെയും വിമർശിക്കേണ്ടി വരികയാണ്. കാരണം അവിടെ പോലും ഈ പദ്ധതി നടപ്പിലാകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മതേതര ഭാവത്തെ മുഴുവനും എടുത്തു കളയുമാറുള്ള ചില ഗുരുതരമായ നീക്കങ്ങൾ പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ പോലും കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി അറബി പാഠപുസ്തകങ്ങളിൽ സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് പകരമായി ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ എന്ന് വേണമെങ്കിൽ ചിത്രീകരിക്കാവുന്ന അറബി ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ മതചിന്താഗതിക്കപ്പുറം ഉപയോഗിക്കപ്പെടുന്നൊരു പ്രയോഗം എന്ന രീതിയിലുള്ള അസ്സലാമു അലൈക്കും എടുത്തു കളയാൻ സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായ രീതിയിൽ പാഠപുസ്തകം തയ്യാറാക്കുന്നവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് ശക്തമായി എതിർക്കാൻ അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും തയ്യാറായിട്ടുണ്ട്. എന്നിട്ട് പോലും അത് എഴുതി ചേർക്കാൻ തയ്യാറാകാതെ, അതിന് ഇളവുകൾ നൽകാൻ തയ്യാറാകാതെയാണ് സംസ്ഥാന സർക്കാർ ബലം പിടിച്ചത്. അപ്പോൾ PM ശ്രീ എന്ന ഈ പറയുന്ന പദ്ധതിയിലൂടെ നമ്മളിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ നയങ്ങൾ കുത്തിച്ചെലുത്തുമ്പോൾ എത്രമാത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മതേതര ഭാവത്തെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഈ അടുത്ത് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ആൻഡ് റിസർച്ച് കമ്മീഷൻ്റെ അല്ലെങ്കിൽ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ അല്ലെങ്കിൽ ആ സമിതി ആസാദി കാ അമൃത് മഹോത്സവ് കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ആഘോഷിക്കുകയുണ്ടായി. 75 വർഷങ്ങളുടെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 75 വർഷങ്ങൾ ആഘോഷിക്കുമ്പോൾ അവിടെ ഈ ഹിസ്റ്റോറിക്കൽ കൗൺസിൽ അവരുടെ വെബ്സൈറ്റിൻ്റെ മുഖപേജിൽ 8-9 ദേശീയ പ്രാധാന്യമുള്ള ചില ആളുകളുടെ ചിത്രങ്ങൾ എന്ന പേരിൽ ചില കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ഒഴിവാക്കി പോട്ടെ, എന്നാൽ അതേ സ്ഥാനത്ത് അവർ കുത്തിത്തിരികിയത് VD സവർക്കറെയാണ്. ആരാണ് VD സവർക്കർ? ഇന്ത്യയുടെ ദേശീയ പ്രാധാന്യവുമായിട്ട് അദ്ദേഹത്തിന് എന്തു ബന്ധമാണുള്ളത്? അതേസമയം ഇന്ത്യയുടെ പൈതൃകത്തിൽ എപ്പോഴും ഇടം പിടിക്കേണ്ട ജവഹർലാൽ നെഹ്റുവിനെ ബോധപൂർവം തമസ്കരിക്കുകയും ഇവരെ തിരികെ കയറ്റുകയും ചെയ്യുകയാണ്. രാജ്യത്ത് 800ഓളം വർഷം ഭരണം നടത്തിയിട്ടുള്ള മുഗൾ ചക്രവർത്തിമാർ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നില്ല.
അതിനുവേണ്ടി ചരിത്ര ഗവേഷണ കൗൺസിലിനെ വാർത്തെടുത്ത് അവർക്കതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അങ്ങനെ ചരിത്രത്തെ വ്യഭിചരിച്ചുകൊണ്ട്, ഭാഷകളെ തമസ്കരിച്ചുകൊണ്ട്, സംസ്കാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങളുടേതായ ചില ഹിഡൻ അജണ്ടകളിലൂടെ പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തെ നാം കേവലം നിസ്സാരമായ കണ്ണുകളിലൂടെ നോക്കിക്കണ്ടാൽ പോരാ. 1500 കോടി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചോദിച്ചതുപോലെ എന്താണ്? ഈ സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം എന്ത് വിലയാണ് ഇതിനുള്ളത്? എന്ത് വിലയ്ക്ക് വേണ്ടിയാണ് കൂടെ ഭരിക്കുന്നവരെ പോലും മുഖവിലക്കെടുക്കാതെ ഇവർ പോയി ഒപ്പിടാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതല്ലെങ്കിൽ ഇവരും അവരും തമ്മിൽ എന്തെങ്കിലും അന്തർധാര ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ പേരുകളൊന്നും സൂചിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ബുദ്ധിയുള്ളവരാണ്. ഇവരും അവരും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയാവും. എന്തുകൊണ്ട് ഈ രണ്ട് ഭരണകർത്താക്കൾ തമ്മിലുള്ള അന്തർധാര ഇത്രമാത്രം വലുതാകുന്നു എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കും. മുസ്ലിം കുട്ടികളിൽ മാത്രമല്ല, മുസ്ലിം അമുസ്ലിം എന്ന വേർതിരിവില്ല. ഇന്ത്യയുടെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ച, ഒരു ബെഞ്ചിൽ ഒന്നിച്ചിരുന്നു പഠിച്ച ചാക്കോച്ചനും അതുപോലെ തന്നെ ദാവൂദും അതുപോലെ കൃഷ്ണൻകുട്ടിയും അവർ തമ്മിലുണ്ടായ സ്നേഹബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ചേരികൾ സൃഷ്ടിക്കാൻ, ഏറ്റവും കൃത്യമായ അജണ്ടകൾ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം കൂടി പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. 2 വാക്ക്. സമയത്തിൻ്റെ പ്രാധാന്യം എനിക്കറിയാം. അറബി ഭാഷ മറ്റ് വിദേശ ഭാഷകളെ പോലെ അല്ല. ഇന്ത്യയുമായി, പ്രത്യേകിച്ച് കേരളവുമായി തുലനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ ഏറ്റവും മൂല്യമായ കാരണങ്ങളിൽ ഒന്ന് അറബി ഭാഷയാണ്. അറബി രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തിലേക്ക് ഒഴുക്കുന്ന പണമാണ് ഒരുപക്ഷെ നാം കാണുന്ന ഈ സൗകര്യങ്ങളൊക്കെയും. അത് ഇത് കേവലം സംഘടനകളുടേതല്ല, ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ ഒരു ഭാഗം അതാണ്. എന്നാൽ NEP പ്രകാരം ഈ PM ശ്രീ പദ്ധതിയിലൂടെ ഓരോ വിദ്യാലയങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പുതിയ കാഴ്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി പഠിപ്പിക്കപ്പെടുന്ന ഭാഷകളിൽ അറബിയില്ല. എന്നാൽ ഇന്ത്യക്ക് യാതൊരുവിധ സാംസ്കാരിക തനിമയോ സാമ്പത്തിക ഭദ്രതയോ മറ്റേതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും സംഭാവനകൾ ചെയ്യാൻ പറ്റാത്ത വേറെ ചില ഭാഷകളെ കുത്തി തിരികെ കയറ്റാൻ ഈ ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നതും വേദനാജനകമായ കാര്യമാണ്. അതുകൊണ്ട് ഉണരണം, നാം ഓരോരുത്തരും ഉണരണം. SKSF അതിൻ്റെ ഒരു പടി കൂടി മുന്നിലാണ് എന്നുള്ളതിൽ ചാരിതാർത്ഥ്യവും അഭിമാനവുമുണ്ട്. തീർച്ചയായും ഈ അടർക്കളത്തിൽ ഇവരോടൊപ്പം അഥവാ AIYF-നോടൊപ്പം അവരെ ഞാൻ പറയാനുള്ള കാരണം, അവർ കൂടെ നിൽക്കുന്നവർക്ക്, കൂടെ കിടക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. തീർച്ചയായും ആ പോരാട്ടത്തിൽ അവരോടൊപ്പം ശക്തി പകരാൻ, അതോടൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ പൊയ്മുഖങ്ങളെ അഴിച്ചുവെക്കാൻ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് കിട്ടുന്ന വേദികളൊക്കെയും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ നാളെ വലിയ കൂരിരുട്ടിൽ പരതേണ്ടി വരുമെന്ന സംശയമില്ല. അതുകൊണ്ട് ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയ SKSF-ന്, എൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് തീർച്ചയായും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നാം ഒറ്റക്കെട്ടായി ഒരുമയായി ഇത്തരം ചെയ്തികൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മുന്നിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.